ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട യൂണിക്കോൺ B6 മോഡൽ വണ്ടിയാണ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ റിയർ ബാക്ക് സൈഡിൽ ഇതൊരു സൗണ്ട് വരുന്നുണ്ട്, ഒരു ജർക്കിങ് സൗണ്ട് പോലത്തെ. സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യണം, ഫ്യൂൽ മീറ്റർ ചെക്ക് ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഈ ഇവിടുത്തെ ചെയിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്ലേറ്റ് ഉണ്ട്, അത് ലൂസായി കിടന്നിട്ട് അടിക്കുന്ന സൗണ്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടൂൾ കിറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചാണ്, അപ്പോൾ അതും ഗട്ടറി ചാടുമ്പോൾ ചെറിയൊരു ജർക്കിങ് കാണിക്കുന്നുണ്ട്, അതിൻ്റെയാണ് സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ടും ബാക്കും ബാക്ക് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് സൗണ്ട് ഉണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിൽ ഒരു കല്ലപ്പാണ്, അത് നമുക്ക് MC യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെയാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ്. പിന്നെ കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്, പക്ഷേ നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ടൈറ്റ് ചെയ്യുമ്പോൾ ഹാൻഡിൽ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് അത്ര മേജർ കംപ്ലൈൻ്റ് അല്ല, ചെറിയൊരു ഷേക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കുറേ കൂടി ഓടിയിട്ട് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ കേബിൾ പോയേക്കണാണ്. പെട്രോൾ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ ഫ്ലോട്ടാണ്, അത് ചില സമയത്താണ് കോൺടാക്റ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യും, ചില സമയങ്ങളിൽ വർക്ക് ചെയ്യില്ല, അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമുക്ക് ഫ്ലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത്രയും കേസാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസിന് കയറ്റി ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് ടയറായാലും പുതിയ ടയർ അടക്കണേ, ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. അതേപോലെ നമുക്ക് സ്പോക്കറ്റിൻ്റെ ആയാലും വീലിൻ്റെ ആയാലും ബാക്ക് വീലിൻ്റെ ആയാലും ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാനുണ്ട്. അതേപോലെ തന്നെ ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. കമ്പനി ഫിൽറ്റർ അടക്കണേ, അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കുറേ കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. നമുക്ക് ഓരോ 10,000-ലാണ് നമുക്ക് മാറ്റേണ്ടി വരാം, മാക്സിമം ഓടിയിട്ട് മാറ്റിയാൽ മതി. നമുക്ക് പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. 2022 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി, 12 വോൾട്ട് വരെ കാണിക്കുന്നു, 12.80 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 8.5 വരുന്നുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. സെൽഫ് എടുക്കാനായിട്ട് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ആരംഭം നമുക്കിപ്പോൾ കാണുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫെയിൽഡ് ആയിട്ടാണ് കാണിച്ചത്. ഓടിയിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്തൊക്കെ ഐഡലിക്കൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചിലമ്പൽ സൗണ്ട് വരുന്നുണ്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന്. അത് ഇരിക്കുന്ന ടെൻഷനർ അസംബ്ലിയുടെയാണ്. അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ചെയിൻ വരുന്നുണ്ട്, ആ ചെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പവർ കുറഞ്ഞിട്ടാണ് ആ സൗണ്ട് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടണം കേട്ടോ. പിന്നെ ഓൾറെഡി നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഷോക്കിൻ്റെ ആയാലും രണ്ടെണ്ണത്തിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആക്ഷനൊക്കെ ഓക്കെയാണ്. ടയറായാലും പുതിയ ടയർ അടക്കണേ. ഫ്രണ്ടിലത്തെ നമുക്ക് നോക്കുമ്പോൾ സ്പീഡോമീറ്റർ കേബിൾ പൊട്ടിപ്പോയതാണ്, അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. പിന്നെ നമുക്കതിൻ്റെ ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കതിൻ്റെ ഫ്ലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ടാങ്ക് ഫുൾ സെറ്റ് അഴിക്കണം. ഫ്യൂൽ പമ്പ് അടക്കം അഴിച്ചിട്ട് വേണം നമുക്കത് മാറ്റാനായിട്ട്. അപ്പോൾ അതിൻ്റേതായുള്ള ഒരു അല്പം ഡിലേ താമസം ഉണ്ട് അതിനകത്ത് കേട്ടോ. എന്തായാലും നമുക്കത് കംപ്ലയിൻറ്റ്സ് പറഞ്ഞേക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അല്ലെങ്കിൽ ജനറൽ സർവീസിൽ വന്നവർക്കല്ല, അഡീഷണൽ വന്ന കേസാണ്. പക്ഷേ എങ്കിൽ കൂടി കംപ്ലയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അതുകൂടി കൂട്ടത്തിലൂടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ആ ബൂട്ട് സെറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കിയിടാം. ഡിസ്ക് പ്ലേറ്റ് തേമാനമുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലെ ഹാൻഡിലിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം അഴിക്കുന്ന സമയത്ത് നമുക്കിത് ഈ സൈഡിൽ ഇതേപോലെ സ്ക്രൂ ചെയ്യുന്നൊരു ഭാഗമുണ്ട്, ഇതേപോലെ ഇരിക്കേണ്ടതാണ്. ഈ ഭാഗം പൊട്ടിപ്പോയേക്കാണ്. ചെറിയ ഒരു വാഷ് എന്തിലിട്ടിട്ട് നമുക്കതൊന്ന് പിടിപ്പിക്കാം. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് നോക്കണുണ്ട്. പ്ലഗ് ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. കാരണം എന്ന് വെച്ചാൽ പ്ലഗ് അത്യാവശ്യം പോയിൻ്റൊക്കെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. സ്പാർക്ക് പ്ലഗും കൂടി കൂട്ടത്തിലും മാറ്റിക്കളയാം. ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത്. പക്ഷേ എയർ ഫിൽറ്റർ കുറച്ചും കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. പ്ലഗ് നമുക്ക് കൈയോടെ മാറ്റിയിടാം, കാരണം അത് ചിലപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മിസ്സിങ് കാണിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ പറയാൻ പറ്റുമോ, ഒരു ക്ലച്ചിൻ്റെ കേബിൾ ഇവിടെ തുരുമ്പിട്ട് ഓടിക്കേണ്ടതുണ്ടോ, തുരുമ്പണി കാണണം കേട്ടോ, ഒരു തരു നിൽക്കണം. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. അതല്ലെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഇന്നർ പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഹാൻഡിലിൻ്റെ ഈ സൈഡിൽ തന്നെ ബുഷ് പോയിട്ടുണ്ട്, അപ്പോൾ അതുകൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് അടക്കം ഞാൻ വീഡിയോ വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം, കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.